നല്ല മഴയാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട്. ഇപ്പൊ പോത്തുകളെയും എരുമേനൊക്കെ മേക്കാൻ കൊണ്ടുപോവാണ്. പുഴയിൽ നല്ല വെള്ളമാണ്, പുഴയ്ക്ക് അക്കരെയാണ് മേക്കാൻ കൊണ്ടുപോകല്. അപ്പം വെള്ളം നല്ല കൂടുതലാണ്. നീന്തുമെന്ന പ്രതീക്ഷയിലാണ് കൊണ്ടുപോയി നോക്കട്ടെ. പോത്തും എരുമയ്ക്ക് എങ്ങനെയും നീന്തും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പശുക്കളെയൊന്നും അതിന് മഴക്കാലത്തൊന്നും നമുക്ക് പുഴയുടെ അപ്പുറത്തൊന്നും വിടാൻ കഴിയില്ല. അവരൊക്കെ ഫാമിൽ തന്നെയാണ് ഉള്ളത്. ഇന്നലെയൊക്കെ പുഴയിൽ കുറച്ച് വെള്ളമായിരുന്നുണ്ടായിരുന്നു, എന്നാലും അവർ നീന്തി കടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നല്ല വെള്ളമാണ്. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് മേയ്ക്കുന്ന സ്ഥലമൊക്കെ വെള്ളത്തിലാണ്. ഇനി നീന്തി കടന്ന് അപ്പുറം പോകണം മേയാനൊക്കെ ആയിട്ട്. ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ കൊണ്ടുപോകാറുള്ളത്. നമ്മളെ പോത്തൂട്ടനും ചെറിയ ഇവന്റെ കാര്യത്തിലാണ് പേടി. ഇവനാണ് ചെറുത്, പിന്നെ ആദ്യമായിട്ടാണ് ഇത്ര വെള്ളത്തിലൊക്കെ നീന്തുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പുല്ല് കണ്ടിട്ട് അവര് സൈഡിലോട്ടൊക്കെ കേറുക. ഇവിടെയൊക്കെ നല്ല പുല്ലുണ്ട്. പെട്ടെന്നായിരുന്നു മഴ പെയ്തത്. ഈ 2 ദിവസം കൊണ്ടാണ് ഇത്രയും വെള്ളം വന്ന് പുഴയിലൊക്കെ. മറ്റേ മഴ പിടിച്ച് സാവധാനത്തിലെ പുഴയിലൊക്കെ വെള്ളം കയറാറുള്ളൂ. ഇത് പെട്ടെന്ന് കയറിയിട്ടുണ്ട്. റിച്ചുവാണ് പോത്തിനെ ആട്ടിക്കൊണ്ടിരുന്നത്. ഇതാ ഇവിടെയൊക്കെ കരയായിരുന്നു. നമ്മുടെ പുഴ എത്രയോ ദൂരെയാണ്, ആ സൈഡിലാണ് പുഴ ഉള്ളത്. ഇത്രയും കരയിലോട്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ മേയ്ക്കാൻ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ഇറങ്ങി നോക്കുന്നത്, അത്യാവശ്യം നല്ല വെള്ളമാണ്. ഇവിടെയൊക്കെ നല്ല കരയായിരുന്നു. അതാണ് പോത്തുകൾക്ക് സ്ഥലം അറിയാം, അതുകൊണ്ടാണ് കറക്റ്റ് പോകുന്നത്. നമ്മളെന്തായാലും പോയി നോക്കട്ടെ. പുഴ കിടക്കുന്ന ഏകദേശം ആ ഭാഗത്താണ്. അത്രയും ദൂരം നിന്ന് ഇപ്പൊ കരയിലോട്ട് കൊണ്ട് വെള്ളം കയറിയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച എത്രയും വെള്ളം. അവർ ഈ സൈഡിന് പോകുന്നുണ്ട്. ഇപ്പൊ പുഴ മുറിച്ച് കിടക്കുന്നില്ല, അവർ ഈ സൈഡിൽ തിന്നാൻ വേണ്ടി പോവാണ്. നല്ല വെള്ളമുണ്ട്. ഞാനും അനിയും റിച്ചുവാണ് വന്നിട്ടുള്ളത്. റിച്ചൊക്കെ അവിടെ നിൽക്കുക. എന്ന് വെച്ചാൽ നല്ല വെള്ളമാണ്. അവർക്കൊന്നും പെട്ടെന്ന് ഇവിടെ സൈഡ് അറിയില്ല. നമ്മൾ സ്ഥിരം നടക്കുന്നതുകൊണ്ട് നമുക്ക് അറിയില്ല. അത് നമ്മൾ പോത്തിനെയൊക്കെ കുളിപ്പിച്ച് കാണിക്കുന്നൊക്കെ വീഡിയോ ചെയ്തില്ലായിരുന്നോ? അതൊക്കെ ഏകദേശം ആ ഭാഗത്താണ്. അവിടെ അതിനുശേഷം നമ്മൾ കരക്കി കയറ്റി മേച്ചതൊക്കെ ഈ സ്ഥലമായിരുന്നു. അവിടെയൊക്കെ വെള്ളം. ഇവര് പോകുന്നിപ്പോ ഈ സൈഡ് പിടിച്ചാണ്. ഇനി ഇവർ അക്കരയ്ക്ക് നീന്തണം. അത്രയും ലെങ്ത്തില് അവർ അക്കരയ്ക്ക് നീന്തണം. അത്രയും വെള്ളമാണ്. അപ്പൊ നീന്തിച്ച് നോക്കാം കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരും. ഇവിടെയൊക്കെ വെള്ളം. നമ്മള് അന്ന് കുളിപ്പിച്ച ശേഷം കടവ് അവിടെയാണ്. അതൊന്നും ഇപ്പൊ കാണുന്നില്ല. അവിടെയൊക്കെ ഒരു 4-5 വെള്ളം ഉണ്ടാവും. ഇത്രയും വെള്ളത്തിലാണ് അവർ. ഒരു ദിവസം കൊണ്ട് സംഭവിച്ചു. ഇന്നലെയൊക്കെ രാവിലെയൊക്കെ ഞങ്ങൾ മേയ്ക്കുമ്പോഴൊക്കെ നല്ല ഈ കരയൊക്കെ നല്ല കാണിയിരുന്നു. എന്നാലും കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഇത്രയും വെള്ളം കയറി. നല്ല മഴയാണ്. നമ്മളെ വയനാട്ടിലൊക്കെ ഏകദേശം മഴ പിടിക്കുന്ന സമയത്ത് ഇത്ര വലിയ മഴ പെയ്തിട്ടില്ല. പതുക്കെ പതുക്കെ പിടിച്ച് വെള്ളം കയറി വരാറാണ്. ഇത്തവണ വളരെ പെട്ടെന്നായിരുന്നു വെള്ളം കയറിയത്. എരുമ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എരുമനെ എരുമ പോകുന്നതിന് പുറകെ തന്നെ പോത്തുകൾ നീന്തണം, എന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റ് സ്ഥലം പിടിക്കുകയുള്ളൂ. എരുമ കറക്റ്റ് താഴേക്കാണ് പോകുന്നത്. അയ്യോ, പണി കിട്ടിയോ? ചിലപ്പോൾ ഒരു താഴെ പോയിട്ട് തിരിച്ചു കയറും. ഇതാ ഈ ചെറിയ കുട്ടീനെ വേഗം ഓടിക്കും. നല്ല വെള്ളം, അവർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. താഴേക്ക് പോയി കഴിഞ്ഞാൽ കയറാൻ കഴിയില്ല. ഇനി അവര് നീന്തി മേലേക്ക് കയറണം. നല്ല വെള്ളം. ഈ ചെറിയ കുട്ടിയുടെ കാര്യത്തിലാണ് എനിക്ക് പേടി. ഇത് ആദ്യമായിട്ടാണ് ഇത്ര വെള്ളത്തിൽ നീന്തുന്നത്. നല്ല ഒഴുക്കാണ്, അല്ലെങ്കിൽ സ്പീഡിൽ കയറും. ഇനി അവർ നീന്തി മേലേക്ക് കയറണം. മേലെ കയറിയെ പറ്റി മാത്രമേ കരയ്ക്ക് കയറാൻ പറ്റുള്ളൂ. അവിടെ ഒന്നും കര കിട്ടാത്ത സ്ഥലങ്ങളാണ്. അവിടെ ഒന്നും പെട്ടെന്ന് ഓടയുടെ കാടൊക്കെ ആയതുകൊണ്ട് കയറാൻ പറ്റില്ല. അവര് നീന്തി മേലേക്ക് വേണം. ചെറിയ കുട്ടി ഒഴുക്കിൽപ്പെട്ടതാന്ന് തോന്നുന്നു. ഇനി എന്തായാലും കയറും. പോത്തുകുഞ്ഞൊക്കെ എങ്ങനെയും നീന്തി കയറും. ഇനി എരുമ പോകുന്ന പോലെ അവര് അങ്ങനെ പോകണം. അവിടെ നിന്ന് എരുമ കയറാൻ നോക്കുന്നുണ്ട്. അവിടെ ഒന്നും കഴിയില്ല, മേലേക്ക് പോകണം. ചെറിയ കുട്ടി ഒഴുക്കിപ്പെട്ടിട്ടുണ്ട്, എന്നാലും നീന്തി കയറും. നല്ല റിസ്ക് എടുത്താണ് കയറുന്നത്. നമ്മൾ പശുക്കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ഒലിച്ചു പോയിട്ടുണ്ട്, എന്നാലേ കയറും. ആ സൈഡ് പിടിച്ചെങ്കിൽ കയറും. മറ്റേ വലിയ പോത്തുകളൊക്കെ അതിൽ കൂടുതൽ പോകുന്നതുകൊണ്ട് അതെങ്ങനെയും അരുവിന് കയറി വരും. ആ സൈഡിലെത്തിയിട്ടുണ്ട്. ആ ഓടയുടെ ഗ്യാപ്പിലൂടെ അങ്ങനെ കയറി വരും. ഇവരിനി മേലോട്ട് പോകണം. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒഴുക്കപ്പെടും കേട്ടോ. മേയാൻ പോകുന്ന സ്ഥലം മേലോട്ടാണ്. ഇത്ര വെള്ളം ആയതുകൊണ്ട് അവർക്ക് കറക്റ്റ് സ്ഥലം കിട്ടും. ആ കുഞ്ഞ് അതിൽ കയറി വരും. അവിടെ കയറിയിട്ടുണ്ട്, ആ ഓടയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഇതിലും വെള്ളത്തിലൊക്കെ ഞങ്ങൾ വിട്ടിരുന്നു. പക്ഷെ ഇപ്പൊ വന്നത് 2 പുതിയ പോത്തുകളുണ്ട്. നമ്മളെ വലിയ എരുമയും പോത്തും എന്തായാലും നീന്തും. പക്ഷെ ഈ പുതിയത് വന്നവർക്ക് വലിയ ഈ പുഴ മുറിച്ച് കിടന്നിട്ട് പരിചയമില്ല. നീന്തിയിട്ട് നടന്ന് കിടക്കുന്ന പോലെ അല്ലല്ലോ നീന്തി കിടക്കുന്നത്. പക്ഷെ അവർ കയറിയ സ്ഥലം കുറച്ചുകൂടെ മേലേക്ക് വരുന്നത്. അവിടുന്ന് ആ ഓടയുടെ ഗ്യാപ്പിലൂടെ തോട്ടത്തിൽ കയറാൻ കഴിയാറില്ല. ഏകദേശം അവിടെ എത്തി. ആ കുഞ്ഞ് കണ്ടില്ല, ആ ഓടയുടെ കാട്ടിലൂടെ കയറി തള്ളയുടെ അടുത്തെത്തി. അതാണ് ഇവര് എത്ര വെള്ളത്തിലിട്ടാലും എങ്ങനെയും കയറി എത്തും. കുഞ്ഞിനെ തള്ളയുടെ അടുത്ത് പോയി പുല്ല് കഴിക്കുന്നത് അല്ല, കറക്റ്റ് ആയിട്ട് കാണാം. അപ്പൊ അതിലെ കയറാൻ കഴിഞ്ഞിട്ട് എരുമ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് സൈഡിലൂടെ നീന്തി പോകണം. ഇങ്ങോട്ട് തന്നെയാണ് നീന്തുന്നത്. ഇക്കരയ്ക്ക് നീന്തിയ ബുദ്ധിമുട്ടാണ്. പോകാൻ കഴിയാത്തതുകൊണ്ട് ഇക്കരയ്ക്ക് തന്നെ നീന്തി വരികയാണ്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ട് ഒന്നുകൂടെ മേലേക്ക് ആട്ടി വിട്ടു നോക്കാം. പോത്ത് കയറിയല്ലോ. ഇവർ രണ്ടുപേരും മാത്രമേ തിരിച്ചു വന്ന്.
എന്ത് ചെയ്യാ? ചിലപ്പോ നീ ആട്ടി മേലക്കനെ വിടണ്ടേ? എരുമയും ഒരു പോത്താണ് വന്നത്, മറ്റേതൊക്കെ കയറിപ്പോയിട്ടുണ്ട്. എരുമയ്ക്ക് എന്റെ വലുപ്പം കൊണ്ട് സൈസ് കൊണ്ട് കയറാൻ പറ്റാത്ത അവിടെ. നോക്കാം, നമുക്ക് താഴേക്ക് വിട്ടാൽ മതി അല്ലേ? ഇനിയിപ്പോ നോക്കാം, ഒന്നുകൂടെ മോൾ ഭാഗത്തോട്ട് ആട്ടി നോക്കട്ടെ. ഇനി എരുമേനെ ഒന്നുകൂടെ നമുക്ക് പുഴ കടത്തി നോക്കാം. മറ്റവരൊക്കെ കടന്നു, എരുമയും ഒരു പോത്തും കുഞ്ഞാണ് റിട്ടേൺ വന്നത്. എരുമ കറക്റ്റാലോ? അല്ല, ആരും വരുന്നുണ്ട്. എരുമ കറക്റ്റ് വീണ്ടും ആ മേലോട്ട് പോവാണ്. കണ്ട, കറക്റ്റ് പോകുന്നുണ്ട്. ഇങ്ങനെ പോയി കിട്ടിയാല്, പക്ഷെ അവിടുന്ന് ഒഴുക്കൊണ്ട് താഴ്ക്കല്, അതിലെ കയറി പോണം. അതിലെ കയറി കറക്റ്റ് കയറി പോവാം. പോകുന്നുണ്ട്. നല്ല ഒഴുക്ക, എരുമ നല്ല നീന്തുന്നുണ്ട് എരുമ. പക്ഷെ അവിടുന്ന് ഒഴുക്കൊണ്ട് ഇവര് സൈഡായി പോവാ. അരുവിന് അങ്ങനെ പോയി കിട്ടിയാല് കറക്റ്റ് ആവും. നല്ല കാറ്റും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവരെ നമ്മളെ താഴ്ഭാഗത്തോട്ട് കൊണ്ടുപോകണം. കഴിയില്ലെങ്കിൽ അവിടെ വേറെ സ്ഥലമുണ്ട്, അങ്ങോട്ടും പുഴ മുറിച്ച് കിടക്കാം. പുഴ കടന്ന് കയറാനാ ബുദ്ധിമുട്ട്. കറക്റ്റ് വരുമ്പോ പോകുന്നുണ്ട്. അതൊക്കെ നല്ല ഒഴുക്കല്ലേ. പക്ഷെ മറ്റേ പോത്തുകൾ ഇനി അതിൽ കുടുങ്ങിയോ ഇനി എന്താണെന്നറിയില്ല. അവർ ഉണ്ട്, അവിടെ ഉണ്ട്. ചിലപ്പോൾ ഇങ്ങോട്ട് നീന്തി വരും. വരുന്നുണ്ട്. അതെ, വലിയ പോത്ത് ഇറങ്ങി വരുന്നുണ്ട്. പോകാൻ പറ്റാത്തവരൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അവിടെ കയറാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ഓടയുടെ ഇത് അടഞ്ഞതുകൊണ്ട് മേയുന്ന സ്ഥലത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. കറക്റ്റ് പോകുന്ന സ്ഥലം അങ്ങോട്ടാണ്. അങ്ങോട്ട് തന്നെ ഇപ്പൊ നീന്തി പോകുന്നുണ്ട്. ഇതാ വലിയ പോത്ത് ചാടി. അതിന് പുറകെ ചെറിയ കുട്ടിയുണ്ട്. ഇനി ആ അരുവാകുമ്പോൾ ഒഴുക്ക് കുറച്ച് കുറയും. ഇപ്പൊ പോകുന്നത് കറക്റ്റാണ്. ഇപ്പൊ പോകുമ്പോൾ കറക്റ്റ് കയറിയാൽ അവർക്ക് കറക്റ്റ് സ്ഥലം കിട്ടും. അത് അവിടെയൊക്കെ പോയിട്ട് കയറാൻ കഴിഞ്ഞാൽ സുഖം. അതായിരുന്നു ആദ്യം കിടക്കുന്ന വഴി. അതിൽ കയറി പോവുകയാണെങ്കിൽ മേയുന്ന സ്ഥലത്തോട്ട് എത്തും. പോത്ത് ഇങ്ങോട്ടാ നീന്തുന്നത്. പോത്താരെ കണ്ടിട്ടില്ല. അല്ല, കണ്ടിട്ടുണ്ട്. നീ അങ്ങോട്ട് പിടിച്ചു പോകും. പോത്തിനൊന്നും കഴിയുന്നില്ല, നല്ല ഒഴുക്ക്. ആ അരുവിന് പോയാൽ ഒഴുക്ക് കുറയും. പക്ഷെ അവർ നേരെ വരുന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. സൈഡിൽ നല്ല ഒഴുക്കാണ്. സെൻട്രലിലെ ഒഴുക്ക് സൈഡിലാണ്. പോകുന്നുണ്ട്. എരുമയെ കണ്ടതുകൊണ്ട് ഇനി അങ്ങനെ പോയിക്കോളും. അപ്പം എരുമയും ഒരു പോത്തും കയറി. ഇനി വലിയ പോത്ത് അവിടെ ഉണ്ട്. വലിയ പോത്തിന്റെ ഉള്ളിലോട്ട് പോവുക. ചെറുത് കുറച്ച് സ്പീഡ് പോകുന്നുണ്ട് അല്ലേ? ചെറുത് അവിടെ എത്തി. മീൻ ചാടിയൊക്കെ അവിടെ ആ സൈഡിലൊക്കെ മീനുണ്ട്. അവര് കണ്ടിട്ടില്ല, എരുമനെ കാണാത്തോണ്ടാ കയറി പോകുന്നുണ്ട്. അപ്പൊ ആദ്യം കയറിയിടത്ത് ഇറങ്ങി വന്നിട്ട് രണ്ടാമത് ഇവരിങ്ങനെ പോവാട്ടോ. ഇപ്പൊ കറക്റ്റ് കയറി പോകുന്നുണ്ട്. ആ സ്ഥലം എത്തി. അവരാണ് കറക്റ്റ് സ്ഥലം കിട്ടാഞ്ഞിട്ടാണ് അവർ തിരിച്ചു വന്നത്. എന്നും കയറി പോകുന്ന സ്ഥലം അതാണ്. അപ്പൊ അവിടേക്ക് നല്ല രീതിയിൽ തന്നെ പോകാൻ കഴിയുന്നുണ്ട്. വലിയ പോത്തിനാണല്ലോ റിസ്ക് പോവാന്. ചെറുത് കൂളായിട്ട് പോയി. വലുതിന് നീന്തി ഒരു ഇത് കിട്ടുന്നില്ല. ഇപ്പൊ കയറി. ചെറിയ കുഞ്ഞാ പുറകെ പോകുന്നത്. അതാണ് എരുമയുടെ ഏറ്റവും ചെറിയ കുഞ്ഞ്. ആദ്യം എരുമ വന്നത് നമ്മൾ പുതിയ കൊടുന്ന പോത്തിൻ കുഞ്ഞിന്റെ കൂടെ ആയിരുന്നു ഇങ്ങോട്ട് റിട്ടേൺ നീന്തിയത്. ഇപ്പൊ എല്ലാവരും കയറിയുണ്ട്. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അവരുടെ സ്ഥലം എത്തി. ഇനി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് വിട്ട കറക്റ്റ് ഇവിടെ പിടിക്കാം. കറക്റ്റ് പോത്ത് കയറി പോകുന്ന ചെറിയ കുഞ്ഞും കയറി. ഇനി അവര് നല്ല രീതിക്ക് മേഞ്ഞോളും. ഇപ്പോഴാണ് റെഡി ആയത്. ഞങ്ങൾ ആദ്യം കയറി വിചാരിച്ചു, അതുപോലെ തന്നെ അവർ തിരിച്ചിറങ്ങി. എല്ലാവരും ആ ഗ്യാപ്പിലൂടെ, ആ ഓടയുടെ ഗ്യാപ്പിലൂടെ ആ തോട്ടത്തിലോട്ട് കയറിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല മേയാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പൊ അതിൽ കയറിപ്പോയിട്ടുണ്ട്. പശു ആണെങ്കിൽ ഇതൊന്നും കഴിയില്ല. നമുക്ക് പശുക്കളാണെങ്കിൽ നീന്താനും കഴിയില്ല, അങ്ങനെ കയറിപ്പോകാനും കഴിയില്ല. പോത്തുകളി എരുമേനൊക്കെ ഏത് വെള്ളത്തിലിട്ടാലും അവർ ഇതുപോലെ കയറിപ്പോകും. അപ്പൊ അടിപൊളിയായിട്ട് അവർ മേയാൻ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഉച്ചയാകുമ്പോൾ സമയത്ത് അവർ ആട്ടിക്കൊണ്ടിരുന്നത്. ഇന്ന് അവരെന്തായാലും വെള്ളം കൂടുതലായതുകൊണ്ട് നമ്മൾ പോയാൽ മാത്രമേ ഇങ്ങോട്ട് കടന്നു വരുള്ളൂ. പോയിട്ട് നമ്മൾ ഗ്യാപ്പ് നോക്കി അവരെ ഇങ്ങോട്ട് ആട്ടി വിടുന്നു. ഇങ്ങോട്ട് ആട്ടി വിടുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വന്ന് കയറാൻ കഴിയും. നമ്മൾ ഏകദേശം ആ മോൾ ഭാഗത്ത് നിന്ന് മേച്ച് കൊടുന്ന് അവിടുന്ന് ആട്ടി വിട്ടാൽ കറക്റ്റ് അവർക്ക് ഇവിടെ നിന്ന് കയറാം. വിടുമ്പോഴാണ് പ്രശ്നം. വിടുമ്പോൾ നല്ല ഒഴുക്കായതുകൊണ്ട് അവർക്ക് മേലോട്ട് കയറാൻ ബുദ്ധിമുട്ട്. കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഇതിലെ കൊണ്ടുവരാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ അവർ മേയാൻ വിട്ടിട്ടുണ്ട്. ഇനി ഉച്ചയാകുമ്പോൾ അവരെ കൊണ്ടുവരും. അപ്പൊ അതുവരെ നല്ല രീതിയിൽ മേഞ്ഞ് കിട്ടും. മഴക്കാലമായാലും എത്ര വെള്ളം ഉണ്ടെങ്കിലൊക്കെ പോത്തിനെ എരുമയൊക്കെ വളർത്തുമ്പോൾ ഇങ്ങനെ ഏത് വെള്ളം അവർ നീന്തി കിടക്കും. അതുകൊണ്ട് ഇവയെ വളർത്താൻ മഴക്കാലത്ത് ഒരു ബുദ്ധിമുട്ടില്ല. ഡയറി ഫാം ഒക്കെ നടത്തുമ്പോഴാണ് നമുക്ക് പുല്ലിനും ഇതിനൊക്കെ ബുദ്ധിമുട്ട് വരിക. ഇപ്പൊ പുൽകൃഷിയിലൊക്കെ വെള്ളം കയറി അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പോത്തിനെ എരുമയും വളർത്തുമ്പോൾ ഇതുപോലെ മേയ്ക്കാൻ വിട്ടാൽ മതി. നല്ല സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ അടിപൊളിയായിട്ട് ഏത് മഴക്കാലത്തും എരുമയും പോത്തും നമുക്ക് വളർത്താം.